أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 123-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമുകളായി നമ്മെല്ലാവരെയും സ്വീകരിക്കട്ടെ. ഈ തദ്രീബ് എന്ന മഹത്തായ സംരംഭത്തെ നമുക്കൊരുക്കിത്തന്ന നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, നേതൃത്വം, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും അവരുടെ നേതൃത്വവും നമുക്ക് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, 123-ാമത്തെ ക്ലാസ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. വിശുദ്ധ റബീഅ്, ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഅാണ് ഏതാനും മണിക്കൂറുകളെന്ന് പറയാം കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇവിടെ മുതൽ ഒരു വലിയ പ്രത്യേകത കൂടെയുണ്ട്, എല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത്തെ പിറന്നാളിൻ്റെ തുടക്കമാണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ? കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വിപുലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, തിരുപ്പിറവി ആഘോഷിക്കാൻ ഈമാനുള്ള മുഅ്മിനുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അതങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ റബീഉൽ അവ്വൽ സമാഗതമാവുക എന്ന് പറയുന്നത് ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളാണ്. വിശ്വാസം, ഈമാൻ, മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്പം തന്നെയെങ്കിലും മനസ്സിലുണ്ടോ? വരും, സ്വാഭാവികമാണ്. നമ്മളതേക്കുറിച്ച് ഇനി കൂടുതൽ അതിൻ്റെ ആധികാരികതയും അതിൻ്റെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ദലീലുകളൊന്നും പറയുന്നില്ല, ആവശ്യമില്ല. ഒരു കാലത്ത് വിപുലമായി ആഘോഷിച്ചിരുന്നു എല്ലാവരും. പിൽക്കാലത്ത് അതൊക്കെ അനാചാരമെന്നും കേരളത്തിലെ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പുതിയ കാലവും വികസനവും സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോൾ ലൈവായി റബീഉൽ അവ്വൽ 12-ന് മക്കയിലും മദീനയിലും നടക്കുന്ന നബിദിന മൗലിദ് പരിപാടികളൊക്കെ ലൈവായി നമ്മുടെ കൈപ്പടയിൽ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ എങ്ങനെ എതിർക്കുക? ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒക്കെ അങ്ങോട്ട് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അകമറിഞ്ഞ് സ്നേഹിക്കാനും നബി തങ്ങളുടെ ചര്യ പിന്തുടരാനും നമുക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അത്ര ചെയ്യുന്നുള്ളൂ. എന്തായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുന്നവരാവണം.
നബിതങ്ങളെ ഹുബ്ബ് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് ആ നബിതങ്ങളുടെ സുന്നത്തുകളും നബിതങ്ങളുടെ ചര്യകളും ജീവിതത്തിൽ ഉണ്ടാവുക കാണുക എന്നുള്ളത്. അല്ലാഹു തആല അങ്ങനെ ഭാഗ്യം ചെയ്തവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കഴിയുന്നത്രയൊക്കെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഓരോ റബീഉ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയുക. എത്ര നബിദിനം വന്നാലും 1500 വരുന്നത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല. ഏതൊരു പ്രഭാഷണത്തിൽ, ഒരു ക്ലാസ്സിൽ നമ്മൾ ചെന്നിരുന്നാലും വീണ്ടും നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്, മുമ്പ് കേൾക്കാത്തതുമായിരിക്കും. എത്ര പറയാനുണ്ട് ഹബീബിനെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ധാരാളം നമ്മൾ കേൾക്കുക, നമ്മൾ പഠിക്കുക, നബിതങ്ങളെ പാടുക, നബിതങ്ങളെ പറയുക. വീടുകളിലൊക്കെ മൗലിദുകൾ സംഘടിപ്പിക്കണം. എല്ലാ ദിവസവും എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള മൗലിദ് എന്നൊന്നും ഇതിനർത്ഥമില്ല. കഴിയുന്നവർ കഴിയുന്നതിനനുസരിച്ച് വീട്ടുകാരെല്ലാവരും റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും റബീഉൽ അവ്വൽ മാസം വീടുകളിൽ മൗലിദ് നടക്കണം, മൗലിദ് ഓതണം. എന്തെങ്കിലും ചെറിയ പലഹാരങ്ങളൊക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവനവൻ്റെ തോക്കത്തനുസരിച്ച്, കഴിവനുസരിച്ച് അതൊക്കെ ഉണ്ടാക്കിയിട്ട് സംഘടിപ്പിച്ച് അത് നമ്മളെ വീട്ടിലെ മക്കൾക്കും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും അതൊക്കെ ഒരു സന്തോഷമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും സ്നേഹിക്കാനും ഒക്കെ സബബാകുന്ന, നിമിത്തമാകുന്ന കർമ്മങ്ങളല്ലേ അതൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. മൗലിദ് നമ്മൾ സമുചിതമായി ആഘോഷിക്കണം. നമ്മുടെ നാടുകളിൽ, പള്ളികളിൽ, മദ്രസകളിൽ, അതുപോലെ നമ്മുടെ നേതൃത്വം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള പരിപാടികൾ, പദ്ധതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് ആര് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മളതിന് മുന്നിലുണ്ടാവണം. നമ്മൾ അതിൽ സജീവമായി ഇടപെടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ പ്രകടനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി സജീവമായി നമ്മൾ കർമ്മരംഗത്തുണ്ടായിരിക്കണം, നമ്മൾ ഉണ്ടായിരിക്കണം. അള്ളാഹു അതിന് വലിയ ബറക്കത്ത് നൽകും. പറഞ്ഞു വന്നത്, നബിദിനം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ സമയം കണ്ടെത്തണം. മദ്രസകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പാട്ടുകളും കഥകളും പ്രസംഗങ്ങളുമായി മാഷാ അല്ലാഹ് റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ദഫ്മുട്ടും പാട്ടും പ്രസംഗവും. കുട്ടികൾക്ക് പെരുന്നാളിൻ്റെ കാലഘട്ടമാണ്. എന്തോ ഒരു സന്തോഷമുള്ള സമയമാണ്. ഇടയ്ക്കൊന്ന് പറയട്ടെ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മീലാദാഘോഷം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണം മറ്റെന്തോ ആഭാസകരമായ ചിലതെങ്കിലും കടത്തിക്കൂട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, അല്ലേ? സുബ്ഹാനല്ലാഹ്. അത്തരം ആഭാസങ്ങൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, റാലിയിലാണെങ്കിലും, അതേപോലെ എന്ത് പ്രോഗ്രാമുകളിലാണെങ്കിലും ഇസ്ലാം അനുവദിച്ച ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് അതുമാത്രം മതി. ഹബീബിൻ്റെ പൊരുത്തം കിട്ടാനാണ്, ഹബീബിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം വാങ്ങാനാണ്. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തുകൊണ്ട് പരിപാടി നടത്തരുത്, പറ്റില്ല. അതവിടുത്തെ കോപത്തിനെ, ദേഷ്യത്തിനെ കാരണമാവൂ. ദഫ്മുട്ടാണെങ്കിലും സ്കൗട്ടാണെങ്കിലും പാട്ടുകളാണെങ്കിലും സംഭാഷണങ്ങളാണെങ്കിലും അനുവദനീയമായ ആ വൃത്തത്തിനുള്ളിലുള്ളത് മാത്രം നമ്മൾ ചെയ്യുകയും നമ്മൾ അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ചുരുക്കത്തിൽ, മൊത്തത്തിൽ അതേക്കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും ആഭാസം ഉണ്ടാവാൻ പാടില്ല, അനാവശ്യമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ശ്രദ്ധ നന്നായി വേണ്ട ഒരിടമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളാരും അത്തരം പരിപാടികളിലേക്കൊന്നും പോകാൻ പാടില്ല, ആരും പോകാൻ പാടില്ല. നമ്മളത് നിയന്ത്രിക്കണം. അതോടൊപ്പം പള്ളികളിലൊക്കെ മൗലിദ് പരിപാടികളുണ്ടാവും, അല്ലേ? അതിനൊക്കെ നമ്മൾ സജീവമാവണം. നമ്മളെന്ന് പറഞ്ഞാൽ കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട് മൗലിദിലൊക്കെ പങ്കെടുക്കണം,
അല്ലേ? റബീഉൽ അവ്വൽ 12-ൻ്റെ സുബഹ് സമയത്തുള്ള മൗലിദ് സജീവമാവണം. ഓക്കെ, വീടുകളിൽ മൗലിദ് ഓതണം. ഉറപ്പായും എല്ലാവരുടെ വീടിലും അല്പം തന്നെയെങ്കിലും ഒരു യാ അക്റമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി ഖസീദത്തുൽ ബുർദ നമ്മൾ ചൊല്ലണം. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി ലേ വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി ചൊല്ലണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും ചൊല്ലണം അല്ലേ? അസ്സലാമു അലൈക സൈനൽ അംബിയാഇ സലാം ബൈത്ത് ചൊല്ലണം. الصبح بدا من طلعته والليل دجا من وفرته فاق الرسل فضلا وعلا أهدى السبل لدلالته كنز الكرم مولي النعم هادي الأمم لشريعته أزكى النسب أعلى الحسب കുല്ലുൽ അറബി ഫീ ഖിദ്മതിഹി ചൊല്ലണം. മൗലിദുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലേ എന്തോ ഒരു മനോഹരമായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയും. ആരംഭപ്പൂവായ മുത്തുനബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി അല്ലേ? طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആശിഖീങ്ങൾ ഇമാമിങ്ങൾ രചിച്ച വരികളൊക്കെ നമ്മളിങ്ങനെ ചൊല്ലണം. ജവാബും ചൊല്ലണം, ഒക്കെ തെറ്റുകൂടാതെ അല്ലേ? മനോഹരമായി ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അല്ലേ? മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ ഇഷ്ഖറിയാതെ ചൊല്ലിടുന്നിവർ സ്നേഹഗീതവും കേൾക്കണേ. ഇങ്ങനെ മനസ്സറിഞ്ഞ് അല്ലേ എന്തോര് ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് വരണത്. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലേ ആ മദ്ഹുകൾ ഇങ്ങനെ. ഞാൻ ദീർഘമായ വിഷയം പറയല്ല, നബിദിനാണല്ലോ പറയണല്ലോ അല്ലേ, അങ്ങനെ കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും വിഷയങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. വീടുകളിൽ മൗലിദോദനം പറഞ്ഞതിന് ചുരുക്കം ഇതാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റബീഉൽ അവ്വലിനെ നമ്മൾ ആഘോഷിക്കണം. ഒന്നുകൊണ്ടും ആഭാസമായി പോകുന്ന തരത്തിലാവരുത്. വീടുകളിൽ മൗലിദുകൾ വേണം. മൗലിദ് പരിപാടിയിലെല്ലാം നമ്മൾ സജീവമായി പങ്കെടുക്കണം, സഹകരിക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. 123-ാമത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ പറഞ്ഞത്? അറബി അക്ഷരങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ 4 അക്ഷരങ്ങൾ പറഞ്ഞു. 4 അക്ഷരങ്ങൾ പറഞ്ഞിട്ട് അത് വായിച്ച് തന്ന് നിങ്ങൾക്ക് വായിക്കാനുള്ള ടൈമും തന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ചൊല്ലിപ്പഠിച്ചത്. അക്ഷരങ്ങൾ ഏതാണ്? അറബിയിൽ മാത്രമുള്ളതാണ്. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങളോ അത് ചെറിയൊരു സാമ്യതയുണ്ടല്ലോ അല്ലേ? ഇത് സാമ്യത പോലും ഇല്ലാത്ത അറബി മറ്റു ഭാഷകളോടെ അറബിയിൽ മാത്രമുള്ള ഈ അക്ഷരങ്ങളുടെ പ്രാക്ടീസ്. അല്ലഫൽ അലിഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലെ വരിയും മലയാളത്തിലെ വരികളൊക്കെ ചേർത്തുകൊണ്ട് മനോഹരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോന്നു. ഇനി ഇതാ നമ്മുടെ തദ്രീബിലെ 8ാമത്തെ പാഠം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ, പാർട്ട് 2. ഇതിൽ 4 ഹർഫുകൾ പറയുന്നുണ്ട്. 1 ഖാഫ്. ഏതാണ്?
ഖാഫ് ഖാഫ്. ആ ഖാഫ് നോക്കണേ, ഇന്നത്തോടുകൂടി ഖാഫിനെ കുറിച്ച് ചർച്ച ഇനിയില്ല, തീർന്നു. അതിനു വേണ്ടിയാണ് ഇത്, ലാസ്റ്റാണ്. ഖാഫ് ഖാഫ് എന്ന ഹർഫിനെ ഫത്ഹ, കസ്റ, ദമ്മ, ശദ്ദ, മദ് ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ വായിക്കുന്നു. ഖാഫിൻ്റെ മഖ്റജ്, നാവിൻ്റെ മുരടും മേലയണ്ണാക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജഹറും ഷിദ്ദയും ഇസ്തിഅലാഉം ഇൻഫിതാഹും ഖൽഖലയുമുള്ള ഹർഫാണ് ഖാഫ് എന്ന് നമുക്കറിയാം. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിച്ചു തരാം, അത് കേട്ട് നിങ്ങൾ വായിക്കണം. അതിനുള്ള ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ വായിച്ചേ പറ്റൂ കേട്ടോ. ആ നോക്കിയേ, ഖാല ഖായിലും മിൻഹും. എങ്ങനെ? എൻ്റെ കൂടെ ഒന്നുകൂടെ നോക്കിയേ, ഖാല ഖായിലും മിൻഹും. ലൈലത്തുൽ ഖദ്ർ. ഒന്നുകൂടെ, ലൈലത്തുൽ ഖദ്ർ. അതൊക്കെ ഖാഫിന് ഫത്ഹ വന്നതിൻ്റെ ഉദാഹരണമാണ്. ഇനി കസ്റയും പിന്നെ ദമ്മും ഒക്കെ വന്നതിനിതാ ഓക്കെ, ഖീലദ്ഖുലിൽ ജന്നഹ്. ആ ഓദന നോക്കിയിരിക്കുകയാണല്ലോ, സുബ്ഹാനല്ലാഹ്. ഖീലദ്ഖുലിൽ ജന്നഹ്. ഒന്നുകൂടെ പറയൂ. ഐനൽ ഖിത്ർ, ഐനൽ ഖിത്ർ. ഖൂ അൻഫുസകും. അയ്യേ, ആരാ കൂ പറഞ്ഞത്? കൂ 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 നോ, ഖൂ ഖൂ ഖൂ. ഖൂ അൻഫുസകും. ഖുൽ ഹുവല്ലാഹു അഹദ്. വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി. അതെ, ഇത് ഖാഫിന് ശദ്ദുള്ളതാണ്. ഒന്നുകൂടെ നോക്കിയേ, വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി. ചൊല്ലാതിരിക്കുന്ന കുറച്ച് പേര് തന്നെയെങ്കിലും ഉണ്ട് കേട്ടോ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കിയാൽ കാണും. അത് പറ്റില്ല, എല്ലാവരും ഓതണം. വല്ലാഹു യഖ്ബിദു വയബ്സുതു. ചില ആളുകൾക്ക് സ്വാദിൻ്റെ മേലെ എന്താ സീൻ എന്നൊക്കെ എഴുതിയ സംശയമാണ് ഇപ്പോൾ അല്ലേ. അത് വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ സ്വാദിൻ്റെ മേലെ സീൻ അല്ലെങ്കിൽ സ്വാദിൻ്റെ താഴെ സീനൊക്കെ കണ്ടാൽ മുകളിലുള്ളത് ഏതാണോ അത് ഓതണം എന്നാണ് നമ്മുടെ ഖിറാഅത്ത്. അങ്ങനെയാണ്, ചെറുതോ വലുതോ നോട്ടമില്ല. മുകളിലുള്ളത് ഇവിടെ സീനാണ്, അപ്പോൾ സ്വാദ് കൊണ്ടല്ല. വയബ്സുതു എന്ന് യബ് സു 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 അല്ലേ, അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ യബ് സു സ്വാദല്ല പറയേണ്ടത്. ഓക്കെ ഓക്കെ. അലഫൽ അലിഫു ഖാഫിൻ ഖിറാ ഖുർബാനി ഖുർബിൻ ഖാബ ഖൗസൈനി ഖറാ ഖാഫ് വൽ ഖുർആനി ഖൗലൻ ഖായിദൽ അസ്ഖാലി ഖാൽ. എന്താ ചോദിച്ചേ? ഒന്നുകൂടി പാടുമെന്നോ? പാടിത്തരും. പക്ഷെ ഇപ്പം ഞാൻ പാടുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിൽ പാടണം, പിന്നെ നിങ്ങൾ സ്വന്തം ഒന്ന് പാടണം. ഓക്കെ, എല്ലാവരും പറഞ്ഞോ. റെഡി? ഖാഫിൻ ഖിറാ ഖുർബാനി ഖുർബിൻ ഖാബ ഖൗസൈനി ഖറാ ഖാഫ് വൽ ഖുർആനി ഖൗലൻ ഖായിദൽ അസ്ഖാലി ഖാൽ. ചൊല്ലിക്കേ. ഏയ് നോ 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 നോ, ഖാഫി ഖിറ എന്നല്ല. ആരാ അതിൻ്റെ അടിയുടെ ഖാഫി ഖിറ? ഖാഫിൻ ഖിറ. ഒന്നുകൂടെ. റെഡി? ഖാഫ് വൽ ഖുർആനി ഖൗലൻ. ഒരു തവണയൊന്നും പാടിയതുകൊണ്ട് കോ ശരിയാവൂല കേട്ടോ. ശരിയാവാത്തവർക്ക് കുറച്ച് തവണ പാടി ചൊല്ലി ശരിയാക്കി എടുക്കണം. അങ്ങനെ പറ്റൂ.
ഇനി നിങ്ങൾക്ക് മലയാളത്തിലേക്ക് കേട്ടോളൂ. ഖാല യഖൂലു ഖീലയിൽ ഖാഫിനെ വായ നിറഞ്ഞു പറഞ്ഞിടണേ, ഖാഖീഖു എന്നാവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു പഠിച്ചിടണേ. ഖാഖീഖു കം ഖാഖീഖു ഖാഖീഖു കം ഖാഖീഖു. ഒന്നുകൂടെ അല്ല, രണ്ടും കൂടെ മൂന്നും കൂടെ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ താല്പര്യത്തിൽ ഇരിക്കുകയാണോ ആണ് 1, 2, 3 ഒക്കെ ഉണ്ടാകും. 4 വേണോ 4 ഉണ്ടാവും, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളിത് ചൊല്ലിയേ പറ്റൂ. നോക്കി, ഖാല യഖൂലു ഖീലയിൽ ഖാഫിനെ വായ നിറഞ്ഞു പറഞ്ഞിടണേ, ഖാഖീഖു എന്നാവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു പഠിച്ചിടണേ. ഖാഖീഖു കം ഖാഖീഖു ഖാഖീഖു കം ഖാഖീഖു. ആയില്ലേ? ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഖാഫ് ഇനി ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് തപ്പലുണ്ടാവാൻ പാടില്ല, പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, യെസ്. അടുത്ത ഹർഫ് സ്വാദ്. നോക്കണേ, സ്വാദിൻ്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു. സ്വാദ് എങ്ങനെ പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാട്ടുകളും ബൈറ്റുകളൊക്കെ റെഡിയാക്കി സൂപ്പറാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സ്വാദ് ഇത് ലാസ്റ്റ് പറച്ചില്ല. ഇനി സ്വാദിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവരുത്. സ്വാദ് എന്നത് നാവിൻ്റെ തലയും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും ചേർന്നു വരുന്ന അക്ഷരമാണ് എന്ന് സ്ക്രീനിൽ വിത്ത് പിക്ചർ നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹംസും റിഖവും ഇസ്തിഅലാഉം ഇത്ബാഖും സഫീറും ഒക്കെയുള്ള ഹർഫാണ് സ്വാദ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പഠിക്കാത്തത്? ഒന്നുമില്ല, ഒക്കെ പഠിച്ചിട്ടുണ്ടേ. നോക്കിയേ കുറച്ച് ഉദാഹരണം. മിൻ സൽസാലിൻ മിൻ ഹമഅ. സല്ലു അലൈഹി വസല്ലിമു. എങ്ങനെ? ചില ആളുകൾ തെറ്റിട്ട് സല്ലു അലൈഹി വസല്ലിമു പറയുന്ന ആളുകളുണ്ട്, സല്ലു അലൈഹി വസല്ലിമു പറയുന്ന ആളുകളുണ്ട്. രണ്ടും ഒന്ന് സ്വലാത്താണ്, മറ്റൊന്ന് സലാമാണ്. അതുകൊണ്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. നോക്കിയേ, സല്ലു അലൈഹി വസല്ലിമു നസീബൻ മഫ്റൂദ. എങ്ങനെ? നസീബൻ മഫ്റൂദ. സിറാത്തല്ലദീന. എല്ലാവരും ഇന്നഹു കാന മൻസൂറ. ഒരു വട്ടം കൂടെ അതൊക്കെ. ഇന്നഹു കാന മൻസൂറ. സുഹുഫൻ മുതഹ്ഹറ. എങ്ങനെ? സുഹുഫൻ മുതഹ്ഹറ. വഹുസ്സില മാ ഫി സ്സുദൂർ. സ്വാദിന് ശദ്ദ്, കസ്റും ളമ്മും. വഹുസ്സില മാ ഫി സ്സുദൂർ. സയസ്ലാ നാറാ. സയസ്ലാ നാറാ. യെസ്. ഇനി നോക്കിയേ, അല്ലഫൽ അലിഫു, അതിൽ സ്വാദിന് കൊടുത്ത വരി കേട്ടോ കേട്ടോ. ഒന്ന് കേട്ടിരിക്കുക, കണ്ട് കേട്ട് ഇരിക്കുക. സുൻഅനി ദുനിയാ വദറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹദ്റതർ റഹ്മാനി ബിൽ വിസാലി സാൽ. ഒന്നുകൂടി പാടി തന്നാൽ ഞങ്ങൾ അതേപോലെ പാടുന്നു അല്ലേ? ആരാണോ പറഞ്ഞ്? എന്നാൽ ഒന്നുകൂടെ പാടിത്തരാം. പക്ഷെ ഇനി ഞാൻ പാടുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിൽ ഇങ്ങനെ മൂളണം, ചുണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് സഹകരിച്ചിട്ട്. ഓക്കെ, സുൻഅനി ദുനിയാ വദറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹദ്റതർ റഹ്മാനി ബിൽ വിസാലി സാൽ. യെസ്, ചൊല്ലന്നെ. സ്വാദിൻ്റെ മലയാള വരി കേൾക്കണോ? ഒരുപാടുണ്ട്, അതിലൊന്ന് കേട്ടോളൂ.
സ്വാദു പറഞ്ഞു പഠിച്ചിടണേ, സ്വാഫത്തും സിദ്ദീഖായിടണേ, സ്വാസിസു അസ്വായ നിറഞ്ഞു വരുന്നൊരു സ്വാശീലിച്ചിടണേ, സ്വാസിസു സ്വാസിസു. യെസ്, ഒന്നുകൂടെ എൻ്റെ കൂടെ നോക്കിയാൽ സ്വാദു പറഞ്ഞു പഠിച്ചിടണേ, സ്വാഫത്തും സിദ്ദീഖായിടണേ, സ്വാസിസു അസ്വായ നിറഞ്ഞു വരുന്നൊരു സ്വാശീലിച്ചിടണേ, സ്വാസിസു 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 സ്വാസിസു. ആയില്ലേ? അപ്പോൾ സ്വാദ് സിദ്ദീഖ് ആയിരിക്കണം, സ്വാദ് സ്വിദീഖ് ആയിരിക്കരുത്. ഓക്കെ. അടുത്ത ഹർഫാണ് വോദ്. മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ. വോദ് എന്ന് പറഞ്ഞ വോദ്, വോദ് അല്ലേ? വോദ് നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. ജഹ്റും റിഹ്വും ഇസ്തിഅലാഉം ഇത്ബാഖും ഇസ്തിതാലയുമുള്ള ഹർഫാണ് വോദ്. വാദിൻ്റെ വ്യത്യസ്ത ഉദാഹരണങ്ങൾ നോക്കിയേ. വവജദക ളാല്ലൻ ഫഹദ. ഉണ്ടോ? ളാല്ലൻ, അങ്ങനെ തന്നെ. വവളഅന അൻക വിസ്റക. വവളഅന. അടുത്ത ഉദാഹരണം നോക്കിയേ, വായിച്ചിട്ട് വേണേ അടുത്തത് പോവാൻ. യഖ്ദി ബൈനഹും. വായിക്കുമല്ലാരും. റളിയല്ലാഹു അൻഹും. ഇല്ല, റളിയ എന്ന് പറഞ്ഞപ്പോൾ തട്ടിയിട്ട്, അള്ളാഹു പറഞ്ഞപ്പോഴോ നാവിൻ്റെ ഹല ലാമിൻ്റെ മഖ്റജിൽ തട്ടിയിട്ട്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വറദൂ അൻഹു. ضُرِبَ مَثَلٌ فَاسْتَمِعُوا. ഒരുമിച്ച് ഉറക്കെ. ضُرِبَ مَثَلٌ فَاسْتَمِعُوا. وَالضُّحَى وَاللَّيْلِ وَاضْرِبْ لَهُم مَثَلًا. ഓക്കെ. ഇനി ളാദ് ഇനി എവിടെയും ഒരു തജ്വീദിൻ്റെ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖ മഖ്റജ ളാദ്. ളാദിൻ്റെ മഖ്റജ് പടച്ചോനെ നിനക്കാണ് ഹംദുകൾ മുഴുവനെന്ന്. അതാണ് ളാദ്. ലുഗത്തുൽ ളാദ് എന്ന് അറബി ഭാഷയ്ക്ക് തന്നെ പേരുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ളാദ്. നോക്കിയേ, അല്ലഫൽ അലിഫുവിലുള്ള ളാദിൻ്റെ വരി എന്ന് നമ്മൾ പറയുമ്പോഴേ ളാദ് കൂടുതലുള്ള ളാദ് ഒരുപാട് വേർഡുകളിലായി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുന്ന ആ വരി ഇതാണ്. നോക്കിയേ. ضل من لم يرض بالقاضى الفضاء عليه ضاق عيش من بعدم الذكر للإفضال ضال. എൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ പാടി നോക്കൂ എന്നാൽ കിട്ടും. അത് പാട്ടാകൊണ്ടല്ലേ. നോക്കിയേ. ضل من لم يرض بالقاضى الفضاء عليه ضاق عيش من بعدم الذكر للإفضال ضال. അത് അല്ലഫൽ അലിഫ്. ഇനി മലയാളത്തിലോ നോക്കിയേ. സ്വാദിനു മുകളിൽ പുള്ളി വരുമ്പോൾ ളാദെന്നൊന്ന് പറഞ്ഞാട്ടെ, നാവിൻ അരുവണ പല്ലിൽ തട്ടി തഫ്ഖീമായി മൊഴിഞ്ഞാട്ടെ. ഒന്നുകൂടെ കേട്ടോളൂ. എല്ലാവരും. സ്വാദിനു മുകളിൽ പുള്ളി വരുമ്പോൾ ളാദെന്നൊന്ന് പറഞ്ഞാട്ടെ, നാവിൻ അരുവണ പല്ലിൽ തട്ടി തഫ്ഖീമായി മൊഴിഞ്ഞാട്ടെ.
അപ്പോൾ ഇനി മുതൽ വലദ്ദാല്ലീൻ ലേ 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 വേണം. ഒരു ഹർഫും കൂടെ, അതാണ് തോ എന്ന ഹർഫ്. തോ തോ തോ, ഏറ്റവും തടിയുള്ള മോട്ട വല അല്ലേ? ഹർഫുകളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ തഫ്ഖീമുള്ള ഹർഫാണ് തോ. ഓക്കെ, അപ്പോൾ തോൻ്റെ മഖ്റജ് ഏതാണ്? അത് ചാൻ്റെ മഖ്റജ് പോലെ തന്നെ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടുമാണ്. തോ തോ തോ. പക്ഷേ നാവിൻ്റെ അതായത് നടുവും മുരടും മേലേക്ക് ഉയരുന്നത് കൊണ്ട് വായൊന്ന് ഓർറഞ്ചു പറയും. ജഹറും ഷിദ്ദയും ഇസ്തിഇലാഉം ഇത്ബാഖും ഖൽഖലയുമുള്ള ഹർഫാണ് ഏത്? തോ. ഖാലു ത്വാഇറുകും മഅകും. എല്ലാവരും ഉറക്കെ ഒതുക്കി. ഖാലു ത്വാഇറുകും മഅകും ഹമ്മാലത്തൽ ഹതബ്. അത് രണ്ടും ഫത്ഹ് ആയിട്ട് ത്വ വന്നതിന്. എനിക്ക് കസ്ർ നോക്കി. യതീറു ബിജനാഹൈഹി, യതീറു ബിജനാഹൈഹി ഇലാ സിറാത്തിൽ അസീസ്. ഒന്നുകൂടെ. ഇലാ സിറാത്തിൽ അസീസ് വതൂരി സീനീൻ. ضم فمن اضطر തൊട്ട് മുമ്പ് പഠിച്ച ളാദ് ഉണ്ട്, ഇപ്പം പഠിച്ച ത്വാ ഉണ്ട്. അല്ലതി തത്വലിഉ, അല്ലതി തത്വലിഉ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹത്താ മത്ലഇൽ ഫജ്ർ. ഇങ്ങനെ ഉദാഹരണങ്ങൾ നമ്മൾ ചൊല്ലി പഠിച്ചു അല്ലേ? ഇനി നോക്കി, അലഫുൽ അലിഫുൽ കൊടുത്ത വരി ഇങ്ങനെയാണ്. നോക്കി. طب طب من طبيب حاذق داء الفؤاد طالبا طوبى بطاب طاب للأبطال طال. എൻ്റെ കൂടെ ഒന്നുകൂടെ നോക്കി. طب طب من طبيب حاذق داء الفؤاد طالبا طوبى بطاب طاب للأبطال طال. ലേ അങ്ങനെ തോ ലേ 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 തോ നമ്മൾ പഠിക്കണം. നോക്കിയേ നോക്കിയേ. എന്നിങ്ങനെ വായ നിറഞ്ഞൊരു തോ പറഞ്ഞാട്ടെ. ത്വാഇറിനും തീനും തൂഫാനും ത്വാ ഈ വിധമായി വന്നാട്ടെ. ഇങ്ങനെ ഇന്ന് നമ്മൾ നാല് ഹർഫുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഉദാഹരണങ്ങൾ എല്ലാ ഹറക്കത്തുകളും വരുന്നതും ഷദ്ദും അതുപോലെ അല്ലഫൽ അലിഫുവിൽ നിന്നും അന്നഷീദിൽ നിന്നുമൊക്കെയുള്ള വരികൾ നമ്മൾ ചൊല്ലിപ്പടിച്ച് തോ ശരിയാക്കി, ളാദ് ശരിയാക്കി, അതേപോലെ സ്വാദ് ശരിയാക്കി, ഖാഫ് ശരിയാക്കി. എന്ത് ചെയ്യണം? ഇനിമേലിൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹർഫുകൾക്ക് തകരാറ് എന്ന് പറഞ്ഞ പ്രശ്നമേ ഇല്ല. ഓക്കെ? അല്ലാഹ് പഠിച്ചോനെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ പുന്നാര ഹബീബിൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഅയാണ് ഞങ്ങളെ തൊട്ടു മുന്നിൽ. അല്ലാഹുവേ, ഈ വിശുദ്ധ റബീഅയിൽ എൻ്റെ ഹബീബിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് അഅ്മാലുസ് സാലിഹാത്ത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്ത് സാധുക്കളായ ഞങ്ങളെ നന്നാക്കി തരണം അല്ലാഹ്. തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും നീ നല്ല മനസ്സിൻ്റെ ഉടമകളാക്കണേ അല്ലാഹ്. ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. രോഗികളുണ്ട് പഠിച്ചവനെ, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുണ്ട്, നീ സ്വർഗം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സാധുവായ എൻ്റെ
ഭാര്യയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം ആണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരാഴ്ചയാകുന്നേയുള്ളൂ, ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ആ ഉമ്മയെ ഉൾപ്പെടുത്തണം. നല്ല റാഹത്തുള്ള, സമാധാനിക്കാൻ നമുക്ക് വകുപ്പുള്ള മരണം. കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവേ, ആ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്, നീ സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബറിൽ വെച്ച് സ്വർഗത്തിലെ വെള്ളവും വിരിപ്പും വസ്ത്രവും നൽകണേ അല്ലാഹ്. റഹ്മത്തിൻ്റെ മലക്കുകൾ സദാസമയവും വന്നുകൊണ്ടിരിക്കുന്ന റാഹത്തുള്ള ഖബറാക്കണേ അല്ലാഹ്. ഈ ഞങ്ങളുടെ പലരും അതുപോലെ ഖബറുകളിലാണ് അല്ലാഹ്, സ്വർഗമാക്കണം അല്ലാഹ്. റാഹത്തും സമാധാനവുമുള്ള ഖബറാക്കണേ അല്ലാഹ്. ജീവിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ഉറക്കച്ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉറ്റവരോട്, ഉടയവരോട്, ബന്ധുമിത്രാദികളോട്, ഭാര്യ സന്താനങ്ങളോടൊപ്പം നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്